കഴിഞ്ഞ തവണ 4 മിനിറ്റ് ആയിരുന്നു, ഇത്തവണ അതിലും കുറവാണ്. അതെ, എല്ലാ ഭഗവാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നത്. 1 വർഷത്തിന് മേലായി. 1 വർഷം. ഇല്ല, എല്ലാവരും നല്ല സജ്ജീകരണമായിരുന്നു. പൈലറ്റ് വാഹനമായാലും പോലീസ് ജനങ്ങളും എല്ലാവരും നല്ല ഇത് തന്നെയായിരുന്നു, സഹകരണമായിരുന്നു, ക്രമീകരിച്ചായിരുന്നു. അവര് നല്ല. സാറേ, എന്തെങ്കിലും തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? വളരെ പറയാം. ഇത് രാവിലെ തന്നെ വിമലാദിത്യ സാറ് പ്രത്യേകം കൊച്ചി സിറ്റിയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇതെനിക്ക് തോന്നുന്നത് വളരെ അധികം സന്തോഷമുണ്ട്. ഏതാണ്ട് 3 മിനിറ്റ് കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ആംബുലൻസിന്റെ ഡ്രൈവറും കഴിഞ്ഞ തവണ ഈ പ്രദീപ് തന്നെയായിരുന്നു പോലീസിന്റെ ഡ്രൈവർ. അയാളെ തന്നെ അതുകൊണ്ടാണ് ഇത്തവണയും വിളിച്ചത്. 3 മിനിറ്റ് കൊണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സമയം അതിനേക്കാൾ മറികടന്നൊരു നല്ല സമയത്ത് നമുക്ക് എത്താൻ പറ്റി. നമുക്കിപ്പോൾ സന്തോഷിക്കാം. കമ്മീഷണർ സാർ രാവിലെ തന്നെ ഞങ്ങൾക്കെല്ലാം നിർദ്ദേശം തന്നിരുന്നു. റോഡിൽ ഒരു സ്ഥലത്തും ഒരു തടസ്സവും ഉണ്ടായില്ല. ട്രാഫിക് വളരെ ക്ലിയർ ആയിരുന്നു. അതുപോലെ കൺട്രോൾ റൂമിന്റെയും നോർത്തിന്റെയും സെൻട്രലിന്റെയും മുളവാടിന്റെയും എല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാർ റോഡിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കി. ഒരു നന്മയ്ക്കാവട്ടെ ഇന്നത്തെ ദിവസം. നന്ദി. പ്രദീപിനെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞ തവണ പ്രദീപ് ആയിരുന്നു. ഈ കഴിഞ്ഞ തവണ ഓർഗൺ മൂവ്മെന്റിന് ഇതുപോലെ പൈലറ്റിന് പ്രദീപ് തന്നെയായിരുന്നു പോയിരുന്നത്. അപ്പൊ പ്രദീപിനെ തന്നെ വേണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടെടുക്കുകയായിരുന്നു. ശരി. സംസ്ഥാനത്തെ എയർ ആംബുലൻസ് വഴി വീണ്ടും ഹൃദയ കൈമാറ്റം. മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴാണ് കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിലാണ് ഹൃദയം എത്തിച്ചത്. 3 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് വിഷ്ണു സുരേഷ് നൽകുന്ന വിവരം. കൂടുതൽ